വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കി കെ സുധാകരൻ. താൻ വനമന്ത്രിയായിരുന്നപ്പോൾ മൃഗങ്ങൾക്ക് എല്ലാ പരിരക്ഷയും നൽകിയാണ് ഭരിച്ചത്. ആനശല്യം തടയാൻ വേലിയും മതിലും ട്രഞ്ചും ഉൾപ്പെടെ എല്ലാ വഴിയും നോക്കിയെങ്കിലും ആനയെല്ലാം മറികടന്നു. ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ആ പണി നിർത്തിയെന്നും സുധാകരൻ പറഞ്ഞു. വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരപ്രചാരണ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു സുധാകരന്റെ പ്രസ്താവന. മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ആന, നമുക്കറിയാം, ആനയെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയേണ്ടതായിട്ടില്ല. ആനയെല്ലാം ചവിട്ടിപ്പൊളിച്ച് അകത്ത് കിടക്കുന്ന പാർട്ടിയാണ്. ഞാൻ ആദ്യമായി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചിരുത്തി ചർച്ച നടത്തി. ഉദ്യോഗസ്ഥന്മാരും ഞാനും കൂടെ തീരുമാനമെടുത്തു. എന്തേ? ഇലക്ട്രിക് ഫെൻസിംഗ്, എല്ലാ അതിർത്തിക്കും ഇലക്ട്രിക് ഫെൻസിംഗ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ട്രിക് ഫെൻസിംഗ് ആക്കി കേരളത്തിൽ. പക്ഷേ ഞാൻ ധരിച്ചു ആ ഇലക്ട്രിക് ഫെൻസ് കെട്ടിയതിന് ശേഷം ആന ഒന്നും കടന്നു പോകൂല, മുറിച്ചു പോകൂല. പക്ഷെ ആന ആദ്യം ഈ തുമ്പിക്കൈ കൊണ്ടുപോയി അവിടെ വെക്കുമ്പോ തുമ്പിക്കൈ തെറിക്കും, അപ്പൊ ആന പോവും. അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോ ആന എന്താക്കി? ആന മരക്കൊമ്പ് മുറിച്ച് അടിച്ചു പൊട്ടിച്ച് മരക്കൊമ്പ് അടിച്ചു പൊട്ടിച്ച് ആ പൊട്ടിച്ച ആ മരക്കൊമ്പുമായി വന്ന് ഈ കമ്പി അടിച്ച് പൊട്ടിച്ച് ആന കടന്നുപോയി. അത് പോയപ്പോ നമ്മള് പരസ്പരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇനി എന്താ മാർഗം? ഇനി നമുക്ക് മതില് കെട്ടാം. മതില് കെട്ടിയപ്പോഴും കുറെ നാള് ഇത് മതിലൊന്നും പൊളിക്കാതെ നിന്നു. പക്ഷെ പിന്നീട് ആന വന്ന് ഈ മതിൽ പൊളിച്ച് തകർത്ത് ആന അകത്തേക്ക് കടന്നുപോയി. രണ്ടാം വട്ടം തോറ്റു. മൂന്നാം വട്ടം നമ്മൾ ഇതിന്റെ ബോർഡറിൽ നമ്മൾ കുഴിച്ച് മീറ്റർ കണക്കിന് ആഴത്തിൽ മണ്ണ് മാന്തി മേലെടുത്ത് വെള്ളം നിറച്ചു വെച്ചു. ആന വന്ന് ആദ്യം നോക്കി, വെള്ളം കണ്ടു.